അവർക്കല്ലേ വേറെ വിറ്റം തോന്നുന്നു. നമസ്കാരം, എല്ലാവർക്കും ലുക്ക് ഓഫ് പ്രൊഫിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് തിരുവനന്തപുരം ചാക്കയിലേക്ക്, അതായത് എയർപോർട്ടിന് തൊട്ടടുത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുകയാണ്. അവിടെ ഒരു വീടിൻ്റെ റൂഫിംഗ് വർക്കുമായിട്ടാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് ഏറ്റവും വലിയ ആവശ്യം. കാരണം ഒരുപാട് ആളുകളുടെ ഇടയിലേക്ക് നമുക്കിത് ചെല്ലാൻ കഴിയണം, ഒരുപാട് സ്ഥലങ്ങളിലേക്ക് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പോകാൻ കഴിയണം. അപ്പം നിങ്ങളൊന്ന് സഹായിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ ഈ വർക്ക് എന്ന് പറയുന്നത് ഓടിന് വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്തതാണ്. സാധാരണ ഓടിടാൻ വേണ്ടിയിട്ട് ഫ്രെയിം ചെയ്ത വർക്കാണ്. പിന്നീടാണ് നമ്മുടെ ഈ ചാനൽ അവർ കാണുകയും അപ്പം ഷിംഗിൾസിലേക്ക് അവർ വന്നത് നമ്മുടെ ചാനൽ കണ്ടതിന് ശേഷമാണ്. അപ്പം ആദ്യം എന്നോട് ചോദിച്ചത് ഈ ഓടിന് വേണ്ടി ചെയ്തതിന് മേൽ എങ്ങനെയെങ്കിലും ഷിംഗിൾസ് ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചത്. പക്ഷേ ഇത്ര ഒരു വർക്ക് ആയതുകൊണ്ട് നമ്മളത് ധൈര്യപൂർവ്വം ഏറ്റെടുത്തു. കാരണം ഈ വർക്കിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചത്, അതായത് നമ്മുടെ ഈ ഓടിന് വേണ്ടി നമ്മൾ ഫ്രെയിം ചെയ്ത സമയത്ത് കഴുക്കോലിന് മുകളിലായിരിക്കും. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ നമ്മൾ ഷിംഗിൾസിന് വേണ്ടിയിട്ട് എപ്പോഴും ഫ്രെയിം വർക്ക് ചെയ്യുമ്പം ഈക്വൽ ആയിരിക്കും. ഓടിന് വേണ്ടി ചെയ്യുമ്പോൾ കഴുക്കോലിന് മുകളിലായിരിക്കും. അപ്പോൾ ഈ കഴുക്കോലിന് മുകളിൽ വന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തെടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഫ്രെയിം ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യണം. അല്ലെങ്കിൽ ഇതിപ്പം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഓടിന് വേണ്ടി ചെയ്തതിനകത്ത് ഷിംഗിൾസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ചെയ്യാൻ സാധിക്കും, പ്രശ്നമൊന്നുമില്ല. അപ്പം ചെറിയൊരു മിസ്റ്റേക്ക് വരും. അത് പരമാവധി അറിവുള്ളവർ ചെയ്താൽ അത് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ സിമെൻറ്റ് ഫൈബർ ബോർഡിനെ കുറിച്ച് ഞങ്ങളിപ്പം ഒരുപാട് വർക്കുകൾ, ഇപ്പോൾ കാസർഗോഡായാലും മലപ്പുറത്തായാലും ഒക്കെ ഒരുപാട് വർക്കുകൾ ചെയ്തു. സിമെൻറ്റ് ഫൈബർ ബോർഡ് ചെയ്യുന്ന സമയത്ത് ആളുകൾ വെട്ടി ഒരുപാട് വേസ്റ്റ് തന്നു, ഒരുപാട് രീതിയിൽ വേസ്റ്റ് പോയേക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പം അങ്ങനൊന്നും വേസ്റ്റ് വരത്തില്ല. കൃത്യമായ ഒരാൾ തന്നെ ആ അളവ് വരച്ച് അദ്ദേഹം തന്നെ അത് വെട്ടുവാണെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ അളവ് വരും. ഒരാൾ മേളിൽ നിന്നുകൊണ്ട് വരച്ചു കൊടുത്ത് പറഞ്ഞു കൊടുത്ത് താഴെ വേറെ ആൾ വെട്ടുമ്പോൾ ഒരുപാട് വേസ്റ്റ് വരും ബോർഡ്. അതുകൊണ്ട് അത് അങ്ങനെ വർക്ക് ചെയ്യുന്ന ബോർഡിൻ്റെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അത്രയും കാര്യം ശ്രദ്ധിക്കുക. വരയ്ക്കുന്ന ആൾ തന്നെ പരമാവധി വെട്ടാൻ ശ്രമിക്കുക. അപ്പം നമ്മൾ ഈ ഷിംഗിൾസ് വർക്കിൻ്റെ കൂട്ടത്തിൽ സിമെൻറ്റ് ഫൈബർ ബോർഡിൻ്റെ വർക്കും ഡ്രസ് വർക്കും ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. ചില സാഹചര്യത്തിൽ അത് പറ്റുന്നില്ല എന്ന് മാത്രം. അപ്പം ഈ ബോർഡ് വർക്ക് നമുക്ക് തരുവാണെങ്കിൽ ഒരു വേസ്റ്റും ഇല്ലാത്ത രീതിയിൽ പരമാവധി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വളരെ വൃത്തിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഷിംഗിൾസിൻ്റെയും ഫ്രെയിം വർക്കിൻ്റെയും കാര്യം നിങ്ങൾ മനസ്സിലാക്കി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് കാണാം, ഈ വീഡിയോ കാണാം. ഇത് ഇവിടെ ചെയ്യാൻ പോകുന്നത് ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറയുന്നൊരു കളറാണ്. അപ്പോൾ അടുത്ത സമയത്തൊന്നും നമ്മൾ ഗ്രീൻ കളർ ചെയ്തിട്ടില്ല. അപ്പം ആ ഗ്രീൻ കളർ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഇവിടെ. അപ്പം ഈ വർക്ക് കാണാൻ ഡയറക്റ്റ് തിരുവനന്തപുരം ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പം കാണേണ്ട ആളുകൾ തിരുവനന്തപുരം എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് ചാക്കയെന്ന് പറഞ്ഞ സ്ഥലത്താണ്. അഡ്രസ്സ് ഞാൻ മെൻഷൻ ചെയ്യാം. അത് കാരണം നീ ഇറങ്ങി എവിടെ പൊങ്ങിയിരിക്കുന്നു? ഒരു അര ഇഞ്ച് മൊത്തത്തിൽ തരും, കാലിഞ്ച് തരും. ഒരു നൂല് കാര്യത്തില്ല. ഇപ്പഴാ അപ്പുറത്താ
അപ്പം അഡ്രസ്സ് ഇതാണ്. തിരുവനന്തപുരം എയർപോർട്ട് റോഡിൽ ചാക്കയിൽ എയർപോർട്ടിന് 3 കിലോമീറ്റർ ബാക്കിലായിട്ട് വലത് സൈഡിലായിട്ടാണ് ഈ വീടുള്ളത്. ആർക്കെങ്കിലും ഈ വർക്ക് നേരിട്ട് കാണണമെങ്കിൽ ഈ വീടുടമസ്ഥൻ്റെ നമ്പർ ഞാൻ തരാം. അപ്പം ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പർ നോക്കി വിളിച്ചാൽ മതി. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ വർക്കിലേക്ക് ഞങ്ങളെ വിളിക്കുമെന്ന്, സ്വാഗതം ചെയ്യുമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അപ്പം വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോകൾ കൂടുതലായിട്ട് കണ്ടതിൻ്റെ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള, വർഷങ്ങൾക്ക് മുന്നേ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോകളൊക്കെ ഇനി നമുക്ക് പുതിയതായിട്ട് വരും ദിവസങ്ങളിലായിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ ഒരു 5 വർഷം അല്ലെങ്കിൽ 6 വർഷമൊക്കെ ബാക്കിലോട്ടുള്ള വർക്കുകൾ ചെയ്തിട്ടുള്ള വർക്ക് അന്ന് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പം നമുക്ക് അങ്ങനത്തെ കുറേ വർക്കുകൾ വീഡിയോ എടുത്ത് കാണിക്കാം. അതിൻ്റെ നല്ലതും മോശവുമായുള്ള അനുഭവങ്ങളുണ്ടെങ്കിൽ അത് പങ്കുവെക്കാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു കത്തിയല്ലേ ആയിക്കാണല്ലോ സാധനമല്ലേ? ടേപ്പ് ഇല്ലേ?